ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഗൽ ഡയസ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡ് ഇൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ദ കോപ്പിറൈറ്റ്സ് ആക്ട് 1957 ബാലൻസ് ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തതാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാമെന്ന് നോക്കുക. അപ്പോൾ ഇതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം ഒരു കോപ്പിറൈറ്റിൻ്റെ ഓണർ മറ്റൊരാളെ അനുവദിക്കുകയാണ്, പെർമിറ്റ് ചെയ്യുകയാണ്. എന്തിന്? ആ ഒരു കോപ്പിറൈറ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ അവിടെ ചില കണ്ടീഷൻസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ടായിരിക്കും. ചില നിബന്ധനകളൊക്കെ വെച്ചിട്ടായിരിക്കും അങ്ങനെ മറ്റൊരാൾക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അനുവദിച്ചു കൊടുക്കുന്നത്. അപ്പം ഒരു ലൈസൻസ് ഗ്രാൻഡ് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു കോപ്പിറൈറ്റിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് അത് കോപ്പിറൈറ്റിൻ്റെ ഓണറുടെ കയ്യിലായിരിക്കും. അപ്പം ഈ ഒരു ലൈസൻസിക്ക് അവിടെ ലിമിറ്റഡ് റൈറ്റേ കിട്ടത്തുള്ളൂ. ഇപ്പം ആ ഒരു പബ്ലിഷ്ഡ് വർക്ക് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റൈറ്റ്, അതായത് ആ വർക്കിൻ്റെ മേലുള്ള ഫുള്ള് കോപ്പിറൈറ്റ് ആർക്കാണ്? ആ ഒരു ഓണർക്കാണ്. പക്ഷേ അത് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ബാക്കി പബ്ലിക്കേഷനൊക്കെ വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്തൊരു സാധനം ബാക്കി ആളുകളിലേക്ക് എത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് അത് സർക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ലിമിറ്റഡ് റൈറ്റ് ആയിരിക്കും ലൈസൻസിക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് വർക്കിൽ കോപ്പിറൈറ്റിൻ്റെ ഓണർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്റ്റീവ് ഓണർ ഓഫ് എ കോപ്പിറൈറ്റ് ഇൻ എനി ഫ്യൂച്ചർ വർക്ക് മേ ഗ്രാൻഡ് എനി ഇൻട്രസ്റ്റ് ഇൻ ദ റൈറ്റ് ബൈ ലൈസൻസ് ഇൻ റൈറ്റിംഗ് സൈൻഡ് ബൈ ഹിം. അപ്പോൾ ഒന്നെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് വർക്കിൻ്റെ ഓണർ അല്ലെങ്കിൽ ഒരു ഇനി വരാൻ പോകുന്ന ഒരു ഫ്യൂച്ചറായിട്ടുള്ളൊരു വർക്കിൻ്റെ അതിൻ്റെ കോപ്പിറൈറ്റ്, ഇത് ഒരു ഓണർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഇൻട്രസ്റ്റ്, ആ റൈറ്റിലുള്ള ഇൻട്രസ്റ്റ് ഒരു ലൈസൻസ് വഴി മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റും. അതെങ്ങനെ ആയിരിക്കണം കൊടുക്കേണ്ടത്? ഇയാൾ എഴുതിയായിരിക്കും, അയാളുടെ തന്നെ സൈൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അയാളോ അല്ലെങ്കിൽ അയാളുടെ ഡ്യൂലി ഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു ഏജൻറ്റ് കാണും. ഇവരിൽ ആരെങ്കിലും ഒരാൾ അത് സൈൻ ചെയ്തിരിക്കുകയും ചെയ്യും. ഇനി കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഏതെങ്കിലും ഒരു ഫ്യൂച്ചർ വർക്കിനാണ് ലൈസൻസ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ലൈസൻസ് എപ്പോഴായിരിക്കും ഇഫക്റ്റിൽ വരുന്നത്? ആ ഫ്യൂച്ചർ വർക്ക് എക്സിസ്റ്റൻസിലേക്ക് വരുമ്പോഴാണ്. കാര്യം അപ്പോൾ ആ വർക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അത് എപ്പോഴാണോ വരുന്നത്, എക്സിസ്റ്റൻസിലേക്ക് വരുന്നത്, ആ ഒരു സമയത്തെ ലൈസൻസിന് ഇഫക്റ്റ് ആവത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ഫ്യൂച്ചർ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലൈസൻസ് അപ്പോൾ അതൊരാളുടെ കയ്യിലുണ്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്യാണ്? ഈ വർക്ക് എക്സിസ്റ്റൻസിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ മരണപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അങ്ങനെ മരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിനായിരിക്കും ആ ഒരു ലൈസൻസിൻ്റെ ബെനിഫിറ്റിന് എൻറ്റൈറ്റിൽഡ് ആകുന്നത്. ഇനി അവിടെ ഒരു കണ്ടീഷനുണ്ട്. എന്താണ്? ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി കോൺട്രറി പ്രൊവിഷൻ ഇൻ ദ ലൈസൻസ്. ഇപ്പോൾ ലൈസൻസിൽ എന്തെങ്കിലും കോൺട്രറി ആയിട്ട് പ്രൊവിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. അതായത് ഇപ്പം ലൈസൻസിൽ തന്നെ പറയുവാണ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് കൊടുക്കണ്ട, വേറെ ആർക്കെങ്കിലും ഇതിന് ബെനിഫിറ്റിന് എൻറ്റൈറ്റിൽഡ് ആണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ആളിനെ കിട്ടത്തുള്ളൂ. പക്ഷേ അല്ലാതെ നോർമൽ കേസസിൽ അങ്ങനൊരു കോൺട്രറി ആയിട്ടൊരു പ്രൊവിഷൻ വരാത്തിടത്തോളം കാലം ഒരാൾ മരിച്ച ആ ഒരു വർക്ക് എക്സിസ്റ്റൻസിൽ വരുന്നതിന് മുന്നേ മരിച്ചു പോയി കഴിഞ്ഞാൽ അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിനായിരിക്കും അത് കിട്ടുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്ക് നോക്കാനുള്ളതാണ് കമ്പൽസറി ലൈസൻസ് ഇൻ വർക്ക് വിത്ത്ഹെൽഡ് ഫ്രം ദി പബ്ലിക്. അപ്പം ആ കമ്പൽസറി ലൈസൻസ് ആണ് നോക്കേണ്ടത്. അത് സെക്ഷൻ 31 പറയുന്നത്. അപ്പം ഇവിടെ if the owner of copyright in a work which is published has refused to republish or allow the republication of the work, a person can make a complaint to the copyright board that by reason of such refusal the work is withheld from the public. അതായത് പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു വർക്ക് വിത്ത്ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അവരുടെ ഒരു അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുന്നില്ല. അപ്പോൾ അത് ഒരു കോപ്പിറൈറ്റിൻ്റെ ഓണർ ഈ വർക്ക് പബ്ലിഷ് ചെയ്തു, അദ്ദേഹമാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ അത് റീപബ്ലിഷ് ചെയ്യാനോ അല്ലെങ്കിൽ റീപബ്ലിക്കേഷന് വേണ്ടി അനുവദിക്കാനോ അയാൾ തയ്യാറാകുന്നില്ല. ഈ ഓണർ തയ്യാറാകുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പം ഏതൊരാൾക്ക് വേണമെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഈ കോപ്പിറൈറ്റ് ബോർഡിൻ്റെ അടുത്ത് മേക്ക് ചെയ്യാൻ പറ്റും. എന്താണ്? ഇത് പബ്ലിക്കിൻ്റെ റീച്ചിൽ നിന്നും മാറ്റി നിർത്തി, അതിൽ പബ്ലിക്കിന് ഇത് അവൈലബിൾ ആക്കുന്നില്ല എന്നും പറഞ്ഞിട്ടൊരു കാരണം കാണിച്ചുകൊണ്ട് അതിനവർ വിസമ്മതിക്കുകയാണ് എന്നൊരു കാരണം പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ കോപ്പിറൈറ്റ് ബോർഡ് അപ്പം എന്ത് ചെയ്യും?
ആ ഒരു ഓണർക്ക്, കോപ്പിറൈറ്റിൻ്റെ ഓണർക്ക് ഒരു റീസണബിൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അതായത് അയാളെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു വേണ്ടതായ ഒരു സമയവും അയാൾക്കൊരു സാഹചര്യവും കൊടുക്കും അവിടെ. എന്നിട്ട് അത് കേട്ടതിന് ശേഷം അവിടെ ഡിസിഷൻ മേക്ക് ചെയ്യും. ഇനി കോപ്പിറൈറ്റ് ബോർഡിന് തോന്നുകയാണ് ആ പബ്ലിക്കിൽ നിന്നും ആ ഒരു വർക്ക് വിത്ത്ഹെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ കംപ്ലൈനൻറ്റിന് ഒരു ലൈസൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ വർക്ക് റീപബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലൈനൻറ്റിന് ഒരു ലൈസൻസ് കൊടുക്കാൻ വേണ്ടി, ലൈസൻസ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട്, അങ്ങനെ ഒരു ഡിസിഷൻ കൊണ്ടുവരാനായിട്ട് ആർക്ക് പറ്റും, ആ ഒരു കോപ്പിറൈറ്റ് ബോർഡിന് പറ്റും. അതുപോലെ ഈ കോപ്പിറൈറ്റിൻ്റെ ഓണർക്ക് ഒരു കോമ്പൻസേഷൻ കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസിഷനും അവിടെ കൊണ്ടുവരാനായിട്ട് കോപ്പിറൈറ്റ് ബോർഡിന് പറ്റുന്നതാണ്. അതിനുശേഷം ഈ കോപ്പിറൈറ്റിൻ്റെ രജിസ്ട്രാർ എന്ത് ചെയ്യും, ആ കംപ്ലൈനൻറ്റിന് ലൈസൻസ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കും കോപ്പിറൈറ്റ് ബോർഡിൻ്റെ ഡയറക്ഷൻസിനനുസരിച്ച്. അപ്പോൾ ഇതാണ് അവിടെ ഒരു പബ്ലിക്കിൽ നിന്നും വിത്ത്ഹെൽഡ് ചെയ്ത് വെക്കുമ്പോൾ കമ്പൽസറി ആയിട്ട് കൊടുക്കുന്ന ലൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പൽസറി ലൈസൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കോപ്പിറൈറ്റിൻ്റെ ഓണർ അദ്ദേഹം പബ്ലിഷ് ചെയ്തൊരു വർക്കിനെ റീപബ്ലിഷ് ചെയ്യാനോ അത് റീപബ്ലിഷ് ചെയ്യുന്നതും ഇല്ല, അല്ലെങ്കിൽ റീപബ്ലിഷ് ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്നതുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ഏതൊരാൾക്ക് വേണമെങ്കിലും കോപ്പിറൈറ്റ് ബോർഡിൻ്റെ അടുത്ത് ഒരു കംപ്ലൈൻറ്റ് കൊണ്ട് കൊടുക്കാം, ഇത് പബ്ലിക്കിൽ നിന്നും വിത്ത്ഹെൽഡ് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോപ്പിറൈറ്റ് ബോർഡ് എന്ത് ചെയ്യും, അത് റീസണബിൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കും അവരെ കേൾക്കാൻ വേണ്ടിയിട്ട്, കേട്ടിട്ട് ഡിസിഷൻ എടുക്കും. ഇനി അവർക്ക് തോന്നുകയാണ് ഇങ്ങനെ പബ്ലിക്കിൽ നിന്നും വിത്ത്ഹെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ കംപ്ലൈനൻറ്റിന് ഒരു ലൈസൻസ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ കൊണ്ടുവരാൻ പറ്റും. അപ്പം അത് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്, രജിസ്ട്രാർ ഓഫ് കോപ്പിറൈറ്റ് ആണ്. അങ്ങനെ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കണം എന്നൊരു ഡിസിഷൻ പറയുന്നതാണ് കോപ്പിറൈറ്റ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ റീപബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡിസിഷൻ കൊടുക്കാം. അതുപോലെ തന്നെ എന്ത് ഡിസിഷനും കൊടുക്കാം, ഈ കോപ്പിറൈറ്റിൻ്റെ ഓണർക്ക് കോമ്പൻസേഷൻ പേ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഡിസിഷനും അവിടെ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് കമ്പൽസറി ലൈസൻസ് എപ്പം കൊടുക്കുന്ന കാര്യമാണ്, ഈ പബ്ലിക്കിൽ നിന്നും ഇത് വിത്ത്ഹെൽഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞുള്ള കാര്യമാണ്. അതുപോലെ അടുത്ത് നോക്കാനുള്ളതാണ് കമ്പൽസറി ലൈസൻസ് ഇൻ അൺപബ്ലിഷ്ഡ് ഇന്ത്യൻ വർക്ക്സ്. അപ്പം ഒരു ഇന്ത്യൻ വർക്കിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓതർ മരിച്ചുപോയി, അല്ലെങ്കിൽ ഓതർ അൺനോൺ ആണ്, അല്ലെങ്കിൽ ആ ഒരു ഓതറിനെ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരാൾക്ക് വേണമെങ്കിലും കോപ്പിറൈറ്റ് ബോർഡിൻ്റെ അടുത്ത് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ലൈസൻസിന് വേണ്ടിയിട്ട്. എന്തിനാണ് ഈ ലൈസൻസ് വാങ്ങുന്നത്, ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു വർക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ആയിരിക്കും ഈ ഒരു ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇങ്ങനൊരു ആപ്ലിക്കേഷൻ കോപ്പിറൈറ്റ് ബോർഡിൻ്റെ അടുത്ത് മേക്ക് ചെയ്യുന്നതിന് അതിന് മുൻപായിട്ട് ആപ്ലിക്കൻ്റ് എന്ത് ചെയ്തിരിക്കണം, അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊപ്പോസൽ ഏതെങ്കിലും ഒരു ഡെയിലി ന്യൂസ് പേപ്പറിൽ, അത് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ളതായിരിക്കണം, ഒരു ഡെയിലി ന്യൂസ് പേപ്പറിൽ ഇഷ്യൂ ചെയ്യണം. എന്നിട്ട് ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ആ ഒരു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു രാജ്യത്തിൻ്റെ മേജർ പാർട്സിലൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ന്യൂസ് പേപ്പർ ആയിരിക്കണം. എന്നിട്ട് ഇനിയിപ്പം ഇത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇനി അതല്ല, ഈ ഒരു ആപ്ലിക്കേഷൻ മേക്ക് ചെയ്യുന്നത് എന്തെങ്കിലും ട്രാൻസ്ലേഷന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു ഡെയിലി ന്യൂസ് പേപ്പറിൽ അതേ ലാംഗ്വേജിൽ തന്നെ മേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതതിൻ്റെ കണ്ടീഷൻ പറഞ്ഞതാണ്. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ കോപ്പിറൈറ്റ് ബോർഡിൻ്റെ അടുത്ത് മേക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പം അവിടെ കോപ്പിറൈറ്റ് ബോർഡ് എന്ത് ചെയ്യും, എൻക്വയറി നടത്തും. എൻക്വയറി നടത്തിയതിന് ശേഷം ഈ രജിസ്ട്രാർ ഓഫ് കോപ്പിറൈറ്റിനോട് ഡയറക്ഷൻ കൊടുക്കും. എന്താണ്, ആപ്ലിക്കൻറ്റിന് ഒരു ലൈസൻസ് കൊടുക്കണം, ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈസൻസ് അനുവദിക്കണം, ഗ്രാൻഡ് ചെയ്ത് കൊടുക്കണമെന്ന് രജിസ്ട്രാറിനോടായിരിക്കും ഈ കോപ്പിറൈറ്റ് ബോർഡ് ഡയറക്ഷൻ കൊടുക്കുന്നത്. അപ്പം അവിടെ കോപ്പിറൈറ്റ് ബോർഡ് ഒരു റോയൽറ്റി ഡിറ്റർമൈൻ ചെയ്യും. അതായത് ഇതിൻ്റെ ആക്ച്വൽ ഓതറിന് ഒരു റോയൽറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ് ഓഫ് റോയൽറ്റിയുടെ കാര്യവും കൂടി അത് കോപ്പിറൈറ്റ് ബോർഡ് തന്നെ ആയിരിക്കും തീരുമാനിക്കുന്നത്, എത്ര എമൗണ്ട് കൊടുക്കണം എന്നുള്ളൊരു കാര്യം. ഇനി ഈ ഒരു ലൈസൻസ് ഗ്രാൻഡ് ചെയ്തു. അപ്പം രജിസ്ട്രാർ ഓഫ് കോപ്പിറൈറ്റ് എന്ത് ചെയ്തിരിക്കണം, ഒരു ഓർഡർ വഴി ആപ്ലിക്കൻറ്റിനോട് ഡയറക്റ്റ് ചെയ്യണം ഒരു എമൗണ്ട് ഓഫ് റോയൽറ്റി ഡിപ്പോസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. എവിടാണ്, ഇൻ ദി പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ.
സോ ആസ് ടു എനേബിൾ ദ ഓണർ ഓഫ് കോപ്പിറൈറ്റ് ടു ക്ലെയിം സച്ച് റോയൽറ്റി അറ്റ് എനി ടൈം. അപ്പോൾ ഇവിടെ ആ ഒരു ഓതറിന് കൊടുക്കാനുള്ള റോയൽറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് കോപ്പിറൈറ്റ് ബോർഡാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു കേസിൽ എന്താണ്, ഓതർ മരിച്ചുപോയി അല്ലെങ്കിൽ ഓതർ അൺനോൺ ആണ് അല്ലെങ്കിൽ ഓതറിനെ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഈ ലൈസൻസ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് രജിസ്ട്രാർ എന്ത് പറയും, ഒരു ഓർഡർ വഴി ആ ഒരു ആപ്ലിക്കൻറ്റിനോട്, അതായത് ആ ലൈസൻസ് കിട്ടുന്ന ആളോട്, ലൈസൻസിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആളോട് ഡയറക്ഷൻ കൊടുക്കും. എന്താണ്, ആ ഒരു എമൗണ്ട് ഓഫ് റോയൽറ്റി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പബ്ലിക് അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യണം. അപ്പം അതായത് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ഓണർക്ക് അത് ഇനേബിൾ ചെയ്യാൻ, അതായത് എപ്പോൾ വേണമെങ്കിലും ആ ഒരു റോയൽറ്റി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ ഇനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അത് ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇതാണ് കമ്പൽസറി ലൈസൻസ് ഇൻ അൺപബ്ലിഷ്ഡ് ഇന്ത്യൻ വർക്ക് എന്ന് പറയുന്നത്. അത് ഒരു പ്രൊസീജിയറാണ് പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ ലൈസൻസ് ടു റീപ്രൊഡ്യൂസ് ആൻഡ് പബ്ലിഷ് വർക്ക് ഫോർ സർട്ടൻ പർപ്പസസ്. അപ്പം ആദ്യം പറഞ്ഞത് വിത്ത്ഹെൽഡ് ചെയ്ത് വെക്കുമ്പോൾ ഉള്ള കാര്യം, പബ്ലിക്കിൽ നിന്നും വിത്ത്ഹെൽഡ് ചെയ്ത് വെക്കുമ്പോൾ ഉള്ള കാര്യമാണ്. രണ്ടാമത് പറഞ്ഞത് അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ വർക്ക്. അപ്പോൾ അതിപ്പോൾ ട്രാൻസ്ലേഷൻ ആകാം, അല്ലെങ്കിൽ ഇതൊരിക്കും പബ്ലിഷ് ചെയ്തിട്ടേ ഇല്ല, ഒരു ഓതർ മരിച്ചുപോയി അല്ലെങ്കിൽ അൺനോൺ ആണ്, ട്രേസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. അങ്ങനെയുള്ള സാഹചര്യം വന്നാൽ എങ്ങനെയാണ് ഇപ്പം നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പബ്ലിഷ് ചെയ്ത വർക്കിനെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചില പ്രത്യേക പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ഒരു വർക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലിറ്റററി, സയൻറ്റിഫിക്, ആർട്ടിസ്റ്റിക് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വർക്കിൻ്റെ കോപ്പീസ് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അപ്പം ഒരു നമ്മുടെ ഒരു അതായത് നോർമൽ സിസ്റ്റമാറ്റിക് ഇൻസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസിന് ഇത് അവൈലബിൾ അല്ല, ഒരു റീസണബിൾ പ്രൈസിൽ ഇത് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ഏതൊരാൾക്ക് വേണമെങ്കിലും കോപ്പിറൈറ്റ് ബോർഡിനോട് ഒരു ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്, ടു റീപ്രൊഡ്യൂസ് അറ്റ് ദ പ്രൈസ് അറ്റ് വിച്ച് ഫസ്റ്റ് എഡിഷൻ ഈസ് സോൾഡ്. ആദ്യത്തെ എഡിഷൻ എത്ര രൂപയ്ക്കാണോ വിറ്റത് അത്രയും പ്രൈസിൽ തന്നെ ഇത് റീപ്രൊഡ്യൂസ് ചെയ്യാനും, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റമാറ്റിക് ഇൻസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടി, ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ലോവർ പ്രൈസിലേക്ക് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് കോപ്പിറൈറ്റ് ബോർഡിൻ്റെ അടുത്തേക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കും. അപ്പോൾ കോപ്പിറൈറ്റ് ബോർഡ് എന്ത് ചെയ്യും, എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഇൻക്വയറി നടത്തും, എന്നിട്ട് ആപ്ലിക്കൻറ്റിന് ലൈസൻസ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കും. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഒന്നുകിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെയും ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നത് ഒരു റോയൽറ്റിയുടെ ഒരു പേയ്മെൻറ്റ് ഓഫ് റോയൽറ്റി ഓണർക്ക് റോയൽറ്റി പേ ചെയ്ത് അതിന് ശേഷമായിരിക്കും ഈ ഒരു ഇത് പബ്ലിഷ് ചെയ്യാനും അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ലൈസൻസ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു റോയൽറ്റി അവിടെ കൊടുത്തിരിക്കണം. അപ്പോൾ ഇതാണ് കമ്പൽസറി ലൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈസൻസ് എന്ന് പറയുന്നൊരു ടോപ്പിക്കിൽ തന്നെ ആദ്യം നമ്മൾ നോർമലി ലൈസൻസ് എന്താണെന്ന് പറഞ്ഞു, ദെൻ കമ്പൽസറി ലൈസൻസ് ഇൻ വർക്ക്സ് വിത്ത്ഹെൽഡ് ഫ്രം പബ്ലിക് സെക്ഷൻ 31 പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് കമ്പൽസറി ലൈസൻസ് ഇൻ അൺപബ്ലിഷ്ഡ് ഇന്ത്യൻ വർക്ക്. ദെൻ ലാസ്റ്റ് പറഞ്ഞ കാര്യമാണ് ലൈസൻസ് ടു റീപ്രൊഡ്യൂസ് ആൻഡ് പബ്ലിഷ് വർക്ക്സ് ഫോർ സർട്ടൻ പർപ്പസസ്. അപ്പോൾ ഇത്രയാണ് ആ ഒരു ലൈസൻസ് എന്നുള്ളൊരു ടോപ്പിക്കിനകത്ത് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിൽ നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് കോപ്പിറൈറ്റ് എന്നുള്ളൊരു ടോപ്പിക്കാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.